13.1 എന്ന പ്രോബ്ലം ചെയ്യാം. The dimensions of a four-link mechanism are AB 500 mm. AB നമുക്ക് വേണമെങ്കിൽ ഇവിടെ വരച്ച് നോക്കാം. AB 500 mm. BC 660 mm. CD 560 mm. AD 1000 mm. The link AB has an angular velocity of 10.5. ഇതിന് ഒരു വെലോസിറ്റി ഉണ്ട്. എങ്ങോട്ടാണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇതാണ് ക്ലോക്ക്, ഇങ്ങോട്ട് കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇങ്ങോട്ട് അതിന് ഒരു വെലോസിറ്റി ഉണ്ട് 10.5 റേഡിയൻ പെർ സെക്കൻഡ്. അത് കറങ്ങുകയാണ്. ആൻഡ് ആൻ ആംഗുലർ റിട്ടാർഡേഷൻ ഓഫ്, അത് സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒമേഗയുമുണ്ട് ആൽഫയുമുണ്ട്. ആൽഫ -26 റേഡിയൻസ് പെർ സെക്കൻഡ് സ്ക്വയർ. At the instant when it makes an angle of 60 degree with AD, ഇത് 60 ഡിഗ്രി ആവുന്ന സമയത്താണത്. ഇനി മാസ് ഓഫ് ദി ലിങ്ക്സ് BC ആൻഡ് CD 4.5 കിലോ അല്ല 4.2 കിലോ. അപ്പോൾ ABക്കും മാസമുണ്ട്, BCക്കും മാസമുണ്ട്, CDക്കും മാസമുണ്ട്, ADക്കും മാസമുണ്ടോ? AD അത് മിക്കവാറും ഫിക്സഡ് ആയിരിക്കും. അത് പറയും, വഴിക്ക് വെച്ച് പറയും. അതുകൂടി ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മാസുകൾ, മാസ് ഓഫ് ലിങ്ക് BC ആൻഡ് CD 4.2 കിലോഗ്രാം. BCയും CDയും 4.2 കിലോഗ്രാമും പെർ മീറ്റർ ലെങ്ത്. അപ്പോൾ അതിൻ്റെ മീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് നമ്മൾ എഴുതിയിട്ടില്ല, ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് ശരിക്കും നമ്മൾ ആദ്യം ലെങ്ത്ത് എഴുതണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് മാറ്റി വരയ്ക്കേണ്ടി വരും. ഇവിടെ ലെങ്ത്ത്, പുറത്ത് അതിൻ്റെ പേര്, നെയിം. അപ്പോൾ ഇവിടെ ലെങ്ത്ത്, ഒന്നാമത്തെ പേര് AB അല്ലേ പറഞ്ഞു? AB BC CD DA അല്ലെങ്കിൽ AD. ABയുടെ ലെങ്ത്ത് 500 mm എന്ന് പറയുമ്പോൾ 1000 ചെയ്താൽ അതിൻ്റെ മീറ്ററിലുള്ള കിട്ടും. മീറ്ററിലാണ് നമുക്ക് വേണ്ടത്. BC 660/1000 0.66 മീറ്റർ. CD 0.56 മീറ്റർ. AD അഥവാ DA 1000/1000 1 മീറ്റർ. അപ്പോൾ 4.2 കിലോഗ്രാം പെർ മീറ്റർ ലെങ്ത്തിലാണ്. അപ്പോൾ ഇൻറ്റു 0.66 ചെയ്യുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ഭാരം അറിയാൻ കഴിയുക. ഇനി വേറെ എന്തിൻ്റെങ്കിലും ഭാരം തന്നിട്ടുണ്ടോ? ലിങ്ക് ABക്ക് 3.54 കിലോഗ്രാം ഉണ്ട്. ABക്ക് 3.54 കിലോഗ്രാം ഉണ്ട്. പിന്നെ സെൻറ്റർ ഓഫ് വിച്ച് ലൈസ് അറ്റ് 200 mm ഫ്രം A. അതിൻ്റെ സെൻറ്റർ എവിടെയാണ് എന്നാണ് പറയുന്നത്. എയിൽ നിന്നും 200 mm അകലെ, എയിൽ നിന്നും 200 mm അകലെയായിട്ട്, ഇവിടെ നിന്നും 1000 പകരം കൂടി 200, ഏകദേശം ഇവിടെയായിട്ട് 200 mm അകലെയായിട്ട്, ഇവിടെയായിട്ടാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കിടക്കുന്നത്. അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് അതിന് I ഉണ്ട്. അതിൻ്റെ I, ഈ ADയുടെ I എത്രയാണ്? I ഓഫ് AD 88,500 കിലോഗ്രാം mm².
അപ്പം നമുക്ക് അതിന് എഴുതാൻ വേണ്ടി ഒരു കോളം കൂടി വേണം. അത് എഴുതാനായിട്ട് അപ്പോൾ ഇവിടെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ഐ എന്നാണ് സൂചിപ്പിക്കുക. ഐയുടെ വാല്യൂ എ ബിയുടെ തന്നിട്ടില്ല, കണ്ടുപിടിക്കണം. ബി സി സി ഡി ഒന്നുമില്ല, ആകെ തന്നിട്ടുള്ളത് എ ഡിയുടെയാണ്. എ ഡി ഡി എ ഇതിൻ്റെയാണ്. അത് 8850 യൂണിറ്റ് കിലോഗ്രാം MM സ്ക്വയർ. അതിന് മീറ്റർ കൺവേർഷനൊക്കെ നോക്കണം. ദിസ് ഈസ് ലെങ്ത്ത്. ഇവിടെ നമ്മളിങ്ങനെ ഇത് വെച്ച് കൺഫ്യൂഷൻ വരും. ഇവിടെ ലെങ്ത്ത് അല്ലല്ലോ, മീറ്റർ ഇൻ കിലോഗ്രാം അല്ല, മാസ് ഇൻ കിലോഗ്രാം. മാസ് ഇൻ കിലോഗ്രാം ആണ് ഇവിടെ വേണ്ടത്. മാസ് ഇൻ കിലോഗ്രാം. ലെങ്ത് ലെങ്ത് ഇൻ മീറ്റർ. ലെങ്ത് ഇൻ മീറ്റർ. നെയിം. ഇനി തന്നിട്ടുള്ള ഡാറ്റാസ് കഴിഞ്ഞോ? ഇനി എന്താണ്? നെഗ്ലക്റ്റിംഗ് ഗ്രാവിറ്റി ആൻഡ് ഫ്രിക്ഷൻ എഫക്ട്സ്. ഡിറ്റർമിൻ ദി ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി ഡ്രൈവ് ടോർക്ക് റിക്വയർഡ് ടു ബി അപ്ലൈഡ് ഓൺ എ ബി. എ ബിയിൽ എത്ര ശക്തിയിൽ തിരിക്കണം ടു ഓവർകം ദി ഇനർഷ്യ ഫോഴ്സസ്. ഇതിന് വേറെ സ്റ്റാറ്റിക് ഫോഴ്സുകളൊന്നും ഇതിന് ഇല്ല, അപ്ലൈ ആവുന്നില്ല ഇതിൽ. അപ്പോൾ ഇതിന് ശരിക്ക് മാസ്ലെസ് ആൻഡ് ഇനർഷ്യലെസ് ആണെങ്കിൽ എ ബിയെ സുഖമായി അങ്ങോട്ട് തിരിക്കാൻ പറ്റേണ്ടതാണ്. അഥവാ നമുക്കിത് വേണ്ടത് എ ബി. പക്ഷേ ഇതിന് ഇനർഷ്യയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരു ഫോഴ്സ്, ഒരു ടോർക്ക് ഫീൽ ചെയ്യും കറക്കുമ്പോൾ. അത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിനു വേണ്ടി നമ്മൾ വെലോസിറ്റി ഡയഗ്രം വരയ്ക്കണം, ആക്സിലറേഷൻ ഡയഗ്രം വരയ്ക്കണം. അതെല്ലാം കോൺഫിഗറേഷൻ ഡയഗ്രം, ഈ പറയുന്ന ഡയഗ്രമാണ് കോൺഫിഗറേഷൻ ഡയഗ്രം. ഇതിൽ നിന്നും ഇതെല്ലാം വരയ്ക്കണം. ഈ കാണുന്ന പടം മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഒരുമിച്ച് വരച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെ വരച്ച് പിന്നെ വെലോസിറ്റി ഡയഗ്രം വരച്ച് പിന്നെ ആക്സിലറേഷൻ ഡയഗ്രം വരച്ച് അവസാനം നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസറാണ് 23.5 കൗണ്ടർ ക്ലോക്ക് വൈസ്. ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയറായി എന്ന് വ്യക്തമാക്കാം. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്ര തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്നും ഈ 23.5 എത്താൻ ഉള്ള വഴി എന്താണ്? പല സ്റ്റെപ്പുകളുമുണ്ട്. അവിടെ നമ്മൾക്ക് k² α/f എന്നുള്ള h ഓഫ്സെറ്റ് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ എന്താണ് k കിട്ടാൻ വേണ്ടിയുള്ള ഇക്വേഷൻ I/m, അതായത് I = m k² എന്നുള്ളതിൻ്റെ തിരിച്ചിട്ട രൂപം k കണ്ടുപിടിക്കേണ്ടി വരുന്നുണ്ട്. അതിന് i-ഉം m-ഉം ആവശ്യമുണ്ട്. പിന്നെ ω × ab ചെയ്യുമ്പോൾ വെലോസിറ്റി കിട്ടുന്നുണ്ട് വെലോസിറ്റി ഡയഗ്രം വരയ്ക്കാനായിട്ട്. ആൽഫ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.